തീവ്ര വോട്ടർ പരിഷ്കരണത്തിൽ പരാതിയുമായി മുൻ എംഎൽഎയും കെപിസിസി വൈസ് പ്രസിഡന്റുമായ എ ഷുക്കൂർ BLO എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കാനെത്തിയപ്പോൾ ഷുക്കൂർ അടക്കം കുടുംബത്തിലെ 4 അംഗങ്ങളുടെ പേരില്ലെന്നാണ് പരാതി. 2002-ലും 2004-ലും താൻ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും ഷുക്കൂർ റിപ്പോർട്ടറോട് പറഞ്ഞു. എന്റെ വീട്ടിൽ 14 പേരുടെ പേരാണ് 2025-ലുള്ള. ഈ 2002-ലെ വോട്ടർ പട്ടിക എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ഡോക്യുമെന്റ് യഥാർത്ഥത്തിൽ വോട്ടർ പട്ടിക അല്ല എന്നുള്ളതാണ് എന്റെ ആരോപണം. എന്റെ വീട്ട് നമ്പർ 201 കുരുമ്പേലിൽ വീട് എ അബ്ദുൽ ഷുക്കൂർ അഹമ്മദ് കുഞ്ഞ്, ഇതാണ് വരേണ്ടത്. എന്റെ പേരില്ല. 1 താഴെ രണ്ടാമത് എന്റെ ഭാര്യയുടെ പേര് വരണം, അതുണ്ട്. 3 എന്റെ അനുജൻ അബ്ദുൽ സലാമിന്റെ പേര് വരണം. അബ്ദുൽ സലാമിന്റെ വോട്ടുണ്ട്. പിന്നെ 2025-ലുണ്ട്, 2002-ലും വരണം. കാരണം എന്റെ നേരെ അനുജനാണ്. അപ്പോ അത് വന്നിട്ടില്ല. വേറെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരില്ല. എന്റെ ഇളയ സഹോദരൻ സുജിത് മുഹമ്മദിന്റെ പേരില്ല. ഇങ്ങനെ 4 പേരുകൾ ഇതിൽ വിട്ടിരിക്കുകയാണ്. ശരത് എസ് വിവരങ്ങളുമായി. ശരത്, ഇപ്പോൾ ഷുക്കൂർ പറയുന്നു ഷുക്കൂറിന്റെയും ഷുക്കൂറിന്റെ കുടുംബാംഗങ്ങളുടെയും പേര് ഇല്ല എന്നുള്ളത്. പരാതി നൽകിക്കഴിഞ്ഞോ? എന്താണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാനാകുന്നത്? എങ്ങനെ ഈ പേരുകൾ ഇല്ലാതായി? സ്മൃതി, നിലവിൽ ഇപ്പോൾ പരാതി നൽകിയിട്ടില്ല. ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിൽ BLOമാർ എന്യൂമറേഷന്റെ ഭാഗമായിട്ട്, അതായത് സമഗ്ര വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഈ വീടുകളിലേക്ക് എത്തിയത്. അങ്ങനെ ഇത് പരിശോധിച്ച സമയത്താണ് എ ഷുക്കൂർ അടക്കം 4 പേരുടെ കുടുംബത്തിലെ 4 പേരുടെ പേര് ഇല്ല എന്നുള്ള കാര്യം അറിയുന്നത്. നേരത്തെ 2002-ൽ വോട്ട് ചെയ്തവരുടെ പേരാണ് ഇപ്പോൾ പുതിയ പട്ടികയിൽ, പുതിയ ലിസ്റ്റിൽ ഇല്ലാത്തത് എന്നുള്ളതാണ് ഷുക്കൂർ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: 2002-ൽ താൻ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അന്ന് VM സുധീരൻ മത്സര സമയത്ത് താൻ വോട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും താൻ വോട്ട് ചെയ്തതാണ്. പിന്നീട് എങ്ങനെ 2002-ൽ തന്റെ പേരില്ല എന്ന് പറയാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ BLOയോട് ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഈ 2002-ലെ യഥാർത്ഥ കോപ്പി ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിൽ SIR എന്യൂമറേഷൻ, ഈ BLOമാർ എന്യൂമറേഷൻ വീടുകളിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ചോദ്യമാകുന്നത് 2002-ലെ യഥാർത്ഥ കോപ്പി ഉപയോഗിച്ചാണെങ്കിൽ എങ്ങനെ ഈ 4 പേരുടെ പേരുകൾ ഇല്ലാതായി എന്നുള്ളതാണ്. മാത്രമല്ല ഇതേ വാർഡിൽ തന്നെ മറ്റു പലർക്കും ഇതേ പരാതി ഉണ്ടെന്ന കാര്യം കൂടി അവർ സമ്മതിക്കുന്നുണ്ട്. എന്തായാലും ആ രീതിയിൽ പേര് ഒഴിവായി പോയത് എങ്ങനെയെന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് മുൻ MLAയും KPC വൈസ് പ്രസിഡന്റുമായ ഷുക്കൂർ ഇപ്പോൾ പരാതി നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നുള്ളതാണ്. നിലവിൽ SIRന്റെ പേരിൽ കൊണ്ടു നടക്കുന്നത് വ്യാജ വോട്ടർ പട്ടിക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാന പരാതി. മാത്രമല്ല ഇങ്ങനെ ഈ വ്യാജ വോട്ടർ പട്ടിക ഉപയോഗിച്ച് SIRന്റെ ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയാൽ അത് വലിയ അപകടമുണ്ടാക്കും. പ്രത്യേകിച്ച് ഈ പട്ടികയിൽ പേര് വരാത്ത ആളുകൾ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിനുള്ളിൽ പുതിയ പേര് ചേർക്കാൻ തയ്യാറാകണമെന്നില്ല. അങ്ങനെ ആളുകളുടെ വോട്ട് ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് അദ്ദേഹം ഒരു പരാതിയെ എന്തായാലും